ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രീ ലോഞ്ച് പീരീഡിലുള്ള ഒരു പ്രൊജക്റ്റിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് 100% ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ സമയം ജോയിൻ ചെയ്യാൻ പറ്റും. ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. നിരവധി ആളുകൾ എനിക്ക് ഫോൺ ചെയ്ത് കോൺടാക്റ്റ് ചെയ്ത് എന്നോട് ചോദിക്കാറുണ്ട്, എന്താണ് ഈ സമയങ്ങളിൽ വീഡിയോകളൊന്നും വരാത്തത് എന്ന്. അതിൻ്റെ കാരണം ആദ്യം പറയാം. നാട്ടിലെ ഒരു വീട് എന്നത് വലിയൊരു സ്വപ്നമായിരുന്നു. അങ്ങനെ ഒരു വീട് വെക്കാൻ ദൈവം സഹായിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട് ബിസി ആയിരുന്ന കാരണത്താലാണ് വീഡിയോകൾ ഒന്നും വരാതിരുന്നത്. ഇത് പുതിയ ഒരു പ്രൊജക്റ്റാണ്. ലോകത്ത് ഇതുവരെ ഇതേ രീതിയിലൊരു പ്രൊജക്റ്റ് വന്നിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. കാരണം ഇതിൻ്റെ പ്രീ ലോഞ്ച് പീരീഡിൽ ഏർലി പാർട്ടിസിപ്പൻസ് പ്രോഗ്രാം എന്ന രീതിയിൽ EPP അൺലിമിറ്റഡ് ഏണിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു കമ്പനി ഓഫർ ചെയ്യുന്നത്. കമ്പനിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവരുടെ ടെലിഗ്രാം ചാനലിലുണ്ട്, ഇവരുടെ വെബ്സൈറ്റിലുണ്ട്. ഈ കമ്പനിയുടെ വെബ്സൈറ്റിൻ്റെ പേരാണ് stable.limited എന്നാണ്. സ്റ്റേബിൾ DAO എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഹോം പേജ് എബൌട്ട്, കോൺടാക്റ്റ്, ലോഗിൻ, രജിസ്റ്റർ എന്ന ഈ ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. ദ ഫ്യൂച്ചർ ഈസ് നൗ, ടുഗദർ വി വിൽ ബീറ്റ് ഇൻഫ്ലേഷൻ, ദെയർബൈ ചേഞ്ചിങ് ദ ലൈവ്സ് ഓഫ് മില്യൺസ്. ഇവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റേബിൾ DAO ലോഞ്ചസ് റീറ്റെയിൽ ആക്സസിബിൾ ഇൻഫ്ലേഷൻ പ്രൂഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഹാർബർ പ്രൊഡക്റ്റ് പ്രൈം ബാങ്ക് ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ബൈ സിറ്റി ബാങ്ക്. അമേരിക്കയിലുള്ള സിറ്റി ബാങ്കാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമിലുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ 100% ഗ്യാരണ്ടി എടുക്കുന്നത്. ഇതിനെക്കുറിച്ച് ഒന്നാമത്തെ കാര്യം, US ബാങ്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ ന്യൂയോർക്ക്, അസറ്റ് $US $2.6 ട്രില്യൺ അസറ്റുള്ള ഈ ബാങ്കാണ് ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഗ്യാരണ്ടി എടുക്കുന്നത്. ഈ ബാങ്കിനെ കുറിച്ച് പറഞ്ഞാൽ ദ വേൾഡ്സ് 13ാമത്തെ ലാർജസ്റ്റ് ബാങ്കാണ്. ഫുൾ ക്യാപിറ്റൽ റിട്ടേൺ ഓവർ 10 years. ദിസ് ഗ്യാരണ്ടി ഈസ് ഇൻ അഡീഷൻ ടു യുവർ സ്റ്റേബിൾ DAO റിട്ടേൺ. ഗ്യാരണ്ടി ഈസ് ഹെൽഡ് വിത്തിൻ എ പ്രൊട്ടക്റ്റഡ് സെൽ ജേഴ്സി റെഗുലേറ്റഡ് കമ്പനി ഡയറക്ട്ലി ബൈ ദ DAO. ഫ്യൂച്ചർ ട്രെൻഡ്സ് എ ന്യൂ പാരഡിഗം ഓഫ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. അതുപോലെ തന്നെ ഇവരുടെ ടീം എന്തൊക്കെയാണ്, ആരൊക്കെയാണ് എന്ന് കാണിച്ചത്. ടീം വിത്ത് എ ഹിസ്റ്ററി ഓഫ് സക്സസ്. അവർ ടീമിൽ പറഞ്ഞിരിക്കുന്നത് സാം ലീ, ഇദ്ദേഹം ചൈന സിറ്റിസൺ ആണ്. ഇദ്ദേഹം അണ്ടർ റോഡ് ദ ഓഫറിംഗ് ഓഫ് കളക്റ്റീവ്ലി ഓവർ 20 ബില്യൺ വർത്ത് ഓഫ് ടോക്കൺസ്. ഇത് ലിങ്ക്ഡിനിൽ ഇദ്ദേഹത്തിൻ്റെ ഇത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ട്രൈസ് നോസ് എന്നത് അദ്ദേഹം പ്രസിഡൻ്റാണ്. ട്രൈസ് ഹാസ് 40 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഫണ്ട് റേസിംഗ്, ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ്, പ്രൈവറ്റ് ഇക്വിറ്റി ആൻഡ് റിയൽ എസ്റ്റേറ്റ്. ഹി നൗ ബിൽഡ്സ് ഡെഫി സൊല്യൂഷൻ ഫോർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ തന്നെ കമല ബാഡി, ഇദ്ദേഹം നോൺ എക്സിക്യൂട്ടീവ് ചെയർമാനാണ്. റേസ്ഡ് ഓവർ 34 ബില്യൺ ബിറ്റ്വീൻ ചൈന ആൻഡ് അതർ ഡെവലപ്പിംഗ് കൺട്രീസ്. ഇനി താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബോർഡ് മെമ്പേഴ്സാണ്. ഇവരൊക്കെ വളരെ നല്ല എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളാണെന്നാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഇപ്പം 100% ഫ്രീ ആണ്. ഏർലി പാർട്ടിസിപ്പൻറ്റ് പ്രോഗ്രാമിലൂടെ $100 KYC വെരിഫൈ ചെയ്താൽ ഉടനെ നിങ്ങൾക്ക് $100 ആണ് ലഭിക്കുന്നത്. അത് പിന്നീട് ഈ ഒരു വെബ്സൈറ്റിലെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാൽക്കുലേഷൻ ചെയ്തിട്ട് അതിൻ്റെ 0.1% വീതം ഡെയിലി നിങ്ങൾക്ക് ROI ലഭിക്കുന്നതാണ്. നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിലും അതേ രീതിയിലാണ്. പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഇവിടെ പ്രൊമോഷൻ ചെയ്യുന്നില്ല. കാരണം ഈ ഫ്രീ ഓഫറിൽ മാക്സിമം ആളുകളിലേക്ക് റെഫർ ചെയ്യുക. അതിലൂടെ ഓരോ വ്യക്തികളും നിങ്ങളുടെ റെഫറിൽ KYC വെരിഫൈ ചെയ്യുമ്പോൾ $10 വീതം വീണ്ടും നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അപ്പോൾ അങ്ങനെ തന്നെ വലിയൊരു ക്യാപിറ്റൽ നിങ്ങൾക്ക് അസറ്റായിട്ട് റെഫറൽ പ്രോഗ്രാമിലൂടെ എടുക്കാൻ പറ്റും. ഇവിടെ ഇവരുടെ വെബ്സൈറ്റിൽ ഒത്തിരി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക.
ഇവരുടെ ജേണി എന്താണ്, ഇതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാൻ കഴിയും. ഇത് കൂടുതലായിട്ട് ഞാൻ ഇവിടുന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോയി കഴിഞ്ഞാൽ വീഡിയോ വളരെ ലെങ്തി ആയി പോകും. അതുകൊണ്ട് ഇവരുടെ പ്രോഗ്രാം എങ്ങനെയൊക്കെയാണ് എന്നത് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് മാത്രം നിങ്ങൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഫ്രീയിലൂടെ ഓഫറിങ്ങിലൂടെ കൂടുതലായിട്ടുള്ള ഡോളേഴ്സ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ടോക്കിയോയിലാണ്. ഇതാണ് ഇവരുടെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു പ്രോഗ്രാമിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് $100 ലഭിക്കുന്നത്. ഇത് ഫ്യൂച്ചറിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് കണക്കാക്കി ആ എമൗണ്ടിന് മേളിൽ നിങ്ങൾക്ക് 0.1% വീതം നിങ്ങൾക്ക് എല്ലാ ദിവസവും ROI ആയിട്ട് ലഭിക്കും. അങ്ങനെ ഒരു മാസത്തിൽ 3%, ഒരു വർഷം കൊണ്ട് 36% നിങ്ങൾക്ക് നേടാൻ പറ്റും. ക്ലെയിം റിവാർഡ്സ് ഫോർ ഫ്രീ സ്റ്റാർട്ടിംഗ് 15th of October, അതായത് ഈ ഒക്ടോബർ മാസം 15-ാം തീയതി ശേഷം ഈ മാസം 29-ാം തീയതി വരെ ഈ ഒരു പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്ത് KYC വെരിഫൈ ചെയ്യുന്ന വ്യക്തികൾക്ക് $100 വാല്യൂ റിവാർഡ്സ് ആയിട്ട് തരികയാണ്. അത് 100% ഫ്രീ ഓഫ് കോസ്റ്റാണ്. KYC കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഈ $100 നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൂടാതെ ഈ 29-ന് മുൻപായിട്ട്, ഒക്ടോബർ 29-ന് മുൻപായിട്ട് എത്ര മെമ്പേഴ്സിനെ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ കഴിയും? ഓരോ മെമ്പേഴ്സും നിങ്ങളുടെ ഡയറക്റ്റായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് $10 വീതം വീണ്ടും ലഭിക്കുകയാണ്. ഈ ഡോളർ നിങ്ങൾക്ക് $100 തരുന്നതും ഈ $10 വീതം റെഫറൽ കമ്മീഷനായിട്ട് തരുന്നതും നിങ്ങൾക്ക് എങ്ങനെയാണ് വിഡ്രോ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം മുമ്പോട്ട് നീങ്ങാം. ഈ എമൗണ്ടുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ID ഗ്രീൻ ചെയ്യും. എന്താണ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ID അപ്രൂവ് ചെയ്ത് നിങ്ങളെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതായിട്ട് കണക്കാക്കി ആ എമൗണ്ടിന് മുകളിൽ എല്ലാ മാസവും 3% വീതം 10 വർഷത്തേക്ക് നിങ്ങൾക്ക് തരും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതായത് ഒരു ദിവസം 0.1% ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. 0.1% ലഭിക്കുമ്പോൾ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് 3% ആണ്. അതായത് ഒരു വർഷം കൊണ്ട് 36% പ്രോഫിറ്റാണ് നിങ്ങൾക്ക് ഇതിൽ ROI ആയിട്ട് ലഭിക്കുന്നത്. അത് 10 വർഷം വരെ തരും. നിങ്ങൾ എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു അതിൻ്റെ ഡിപ്പെൻഡിൽ അതിൽ വ്യത്യാസമുണ്ട്. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ നടത്തേണ്ടതില്ല. ഇനിഷ്യൽ സ്റ്റേജാണ് ഇത്. ഓൾ ഓവർ വേൾഡിൽ ഇത് പ്രോഗ്രാം ഇതിൻ്റെ സ്റ്റാർട്ടായി കഴിഞ്ഞു. ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ദുബായിൽ നടന്ന ഒരു ഇവൻറ്റിൽ ഇവരുടെ മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൻ്റെ ക്ലിപ്പും ഈ വീഡിയോയുടെ അവസാനം നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം രജിസ്ട്രേഷൻ ചെയ്യുന്നത് 100% ഫ്രീ ആണ്. KYC ചെയ്ത് കഴിഞ്ഞാൽ $100 നിങ്ങൾക്ക് ലഭിക്കും. എത്ര മെമ്പേഴ്സിനെ നിങ്ങൾ ഡയറക്റ്റായിട്ട് റെഫർ ചെയ്യുന്നുണ്ടോ അതിൻ്റെ വരുമാനം $10 വീതം അതും ലഭിക്കും. പിന്നീട് ഇതിനൊരു റെഫറൽ പ്രോഗ്രാം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മേളിൽ 10 ലെവലിലേക്കുള്ള ഒരു പ്രോഗ്രാമുണ്ട്. അതും നമുക്കിവിടെ വാച്ച് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ എക്സലിൽ ഒരു ഡാറ്റ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് സെൽഫായിട്ട് $100 ഇവർ തരുന്നത്. നമ്മുടെ ഞാൻ സൂം ചെയ്ത് കാണിക്കാം, കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. നമ്മുടെ സെൽഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ സെൽഫായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത് KYC ചെയ്യുമ്പോൾ 29-ന് മുമ്പായിട്ട് KYC ചെയ്യുമ്പോൾ നമുക്ക് $100 അവർ തരുന്നത്. നിങ്ങൾക്ക് എല്ലാ മാസവും ഈ ഒരു എമൗണ്ടിന് മേളിൽ 3% നിങ്ങൾക്ക് ROI തരുന്നുണ്ട്. അതായത് $3 വീതം മാസം ലഭിക്കും. അങ്ങനെ 10 വർഷത്തേക്ക് അത് ലഭിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എത്ര മെമ്പേഴ്സിനെ വേണമെങ്കിലും റെക്കമെൻഡ് ചെയ്യാം. എക്സാമ്പിൾ, നിങ്ങളൊരു 10 മെമ്പറിനെ ഡയറക്റ്റായിട്ട് റെഫർ ചെയ്തു എങ്കിൽ ആ 10 മെമ്പറിനും അവർ KYC ചെയ്യുമ്പോൾ $100 വീതം $1000 ആണ് അവർക്ക് ടോട്ടലി 10 പേർക്കും കൂടെ കിട്ടുന്നത്. അവർക്ക് 3% ROI നൽകുമ്പോൾ ആ 3% എന്ന് പറയുന്നത് $1000ൻ്റെ 3% എന്ന് പറയുന്നത് $30 ആണ്. $30ൻ്റെ 10% നിങ്ങൾക്ക് വീണ്ടും ഓരോ മാസവും ലഭിക്കുന്നുണ്ടാവും. അതായത് $3 വീതം വീണ്ടും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ 10 മെമ്പേഴ്സിനെ റെഫർ ചെയ്യുമ്പോൾ റെഫറൽ കമ്മീഷനായിട്ട് അവർ KYC ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും 10% സ്പോട്ട് കമ്മീഷൻ ലഭിക്കുന്നുണ്ട്. അങ്ങനെ $100 അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കും. മിനിമം 10 പേരെങ്കിലും റെഫർ ചെയ്തിട്ടുണ്ടെങ്കിലാണ്. എത്ര മെമ്പേഴ്സിനെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് റെഫർ ചെയ്യാം.
പിന്നീട് സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് ഫസ്റ്റ് ലെവലിലുള്ള 10 മെമ്പേഴ്സ് 10 പേരെ വീതമെങ്കിലും റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ എത്ര പേര് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കണ്ടീഷനില്ല, നിങ്ങൾക്ക് എത്ര വരുമാനം ലഭിക്കണം അതിൻ്റെ ഡിപ്പെൻഡിൽ ഇവിടെ വരുമാനം കൂടിക്കൊണ്ടിരിക്കും. ഉദാഹരണം 10 മെമ്പേഴ്സ് 10 പേരെ വീതം റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ 100 മെമ്പേഴ്സ് ആവുന്നുണ്ട്. 100 മെമ്പേഴ്സിനും $100 വീതം കൊടുക്കുമ്പോൾ $10,000 ആണ്. $10,000 ഓരോ വ്യക്തികൾക്കാണ്. പക്ഷേ നിങ്ങളുടെ ബിസിനസ് വോളിയം 10,000 ഇവിടെ കണക്കാക്കും. അതിൻ്റെ 3% ഇവർക്ക് ലഭിക്കുന്നത്. പക്ഷേ ആ 3% എന്ന് പറയും $300. $300 6% നിങ്ങൾക്ക് ലഭിക്കുന്നത്. അത് $18 വീതം എല്ലാ മാസവും നിങ്ങൾക്ക് ലഭിക്കും. ഇതൊന്നും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ ലഭിക്കുന്നതാണ്. അതിനുശേഷം മൂന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത്, രണ്ടാമത്തെ ലെവലിലുള്ള 100 മെമ്പേഴ്സ് 10 പേരെ വീതം റെക്കമെൻഡ് ചെയ്യുന്നുവെങ്കിൽ 1000 പേരുടെ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് കമ്പനി കൊടുക്കുന്നത് $1,00,000 ആണ്. $1,00,000 3% വീതം ഈ 1000 പേർക്ക് ലഭിക്കുന്നുണ്ട്. എങ്കിലും 3% എന്ന് പറഞ്ഞാൽ 1,00,000ത്തിൻ്റെ 3% $3,000 ആണ്. $3,000 4% നിങ്ങൾക്ക് എല്ലാ മാസവും ലഭിക്കും. അതായത് $1,120 വീതം എല്ലാ മാസവും നിങ്ങൾക്ക് ലഭിക്കും. അതിനുശേഷം നാലാമത്തെ ലെവൽ എന്ന് പറയുന്നത്, മൂന്നാമത്തെ ലെവലിലുള്ള 1000 മെമ്പേഴ്സ് 10 പേരെങ്കിലും റെഫർ ചെയ്യുന്നെങ്കിൽ 10,000 പേരാണ്. ഇതൊരു എക്സാമ്പിൾ, ഒരു കാൽക്കുലേഷന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ കൊടുത്തിട്ട് 10,000 പേരാകും. ഇവിടെ 10,000 പേർക്ക് കമ്പനി നൽകുന്നത് $10,00,000 ആണ്. ഇവിടെ 3% വീതം ഇവർക്ക് കമ്മീഷൻ ലഭിക്കുമ്പോൾ 3% എന്ന് പറയുന്നത് $30,000 ആണ്. $10,00,000 3% $30,000 ആണ്. ഈ $30,000 3% നിങ്ങൾക്ക് ലഭിക്കുന്നത് എല്ലാ മാസവും. അതായത് $900 വീതം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ 5ാമത്തെ ലെവൽ, 6ാമത്തെ ലെവൽ, 7 തൊട്ട് 10 വരെ ലെവലുകളാണ്. ഇവിടെ 2%, 2%, 1%, 1%, 0.5 വീതം. പക്ഷേ നിങ്ങളൊരു 4 ലെവലിലെങ്കിലും നിങ്ങൾ റെക്കമെൻഡ് ഇത്രയും കംപ്ലീറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം $1,044 വീതം ഒരു പൈസ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 80 രൂപ വെച്ച് കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 83,000 രൂപ ഓരോ മാസവും നിങ്ങൾക്കങ്ങനെ ലഭിക്കുന്നുണ്ടാവും. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഇതിനകത്ത് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വീണ്ടും കാണിക്കാം. KYC ചെയ്തതിന് ശേഷം മാത്രമേ ഇതിനകത്ത് ഈ $100 വീതം നമുക്ക് ലഭിക്കുകയുള്ളൂ. 29-ാം തീയതി വരെയാണ് ഈ പ്രോഗ്രാം ഉള്ളത്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോയുടെ ലാസ്റ്റിൽ കാണിക്കാം, എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്നത് കാണിക്കാം. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പേജ് ഇവിടെ ഓപ്പണായി വരും. ഇവിടെ പറഞ്ഞിട്ടുണ്ട് EPP ഏർലി പാർട്ടിസിപ്പൻറ്റ് പ്രോഗ്രാം. നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു പേജായിരിക്കും ഓപ്പണായി വരുന്നത്. 10 ദിവസം 3 മണിക്കൂർ 2 മിനിറ്റ് 10 സെക്കൻഡാണ് ഇനിയും ഉള്ളത്. ഇവിടെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇവിടെ ടൈപ്പ് ചെയ്യുക, ഇവിടെ ലാസ്റ്റ് നെയിം ഇവിടെ ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്കൊരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാം. യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഒരു നിക്ക് നെയിം നിങ്ങൾക്കിവിടെ കൊടുക്കാം. പക്ഷേ അതിന് സ്പേസ് കൊടുക്കരുത് എന്ന് മാത്രമാണ്. വാലിഡായിട്ടുള്ളൊരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം, കാരണം അതിലേക്കൊരു OTP വരും. അതിനുശേഷം നിങ്ങൾക്ക് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. മിനിമം 8 ക്യാരക്ടർ ഉണ്ടായിരിക്കണം. ഒരു ബ്ലോക്ക് ലെറ്റർ, ഒരു സ്മോൾ ലെറ്റർ, ഒരു ഡിജിറ്റ്, ഒരു ക്യാരക്ടർ, സ്പെഷ്യൽ ക്യാരക്ടർ ഒന്നുണ്ടായിരിക്കണം. അങ്ങനെ ടോട്ടൽ 8 ലെറ്റേഴ്സെങ്കിലും ഉണ്ടായിരിക്കണം. അത് തന്നെ വീണ്ടും ഇവിടെ പാസ്വേഡായിട്ട് വീണ്ടും കൊടുക്കുക. അതിനുശേഷം ഇവിടെ കൺട്രി സെലക്ട് ചെയ്യാം. കൺട്രി സെലക്ട് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ളവർ ഇന്ത്യ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ വാലിഡായിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ജെൻഡറാണ്, മെയിലാണോ ഫീമെയിലാണോ ഇവിടെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ കലണ്ടറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കലണ്ടർ ഓപ്പണായി വരും. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഡൺ ചെയ്യുക. നിങ്ങൾക്ക് റെഫറൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു യൂസർ നെയിം കാണും. അത് നിങ്ങൾക്ക് മാറ്റേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇമെയിലിലേക്ക് ഒരു OTP വരുന്നുണ്ട്. അതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് ഇപ്പം നിങ്ങൾക്ക് കാണാം. ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങളെ വീണ്ടും കണ്ടിന്യൂ കാണിക്കുന്നതായിരിക്കും. ഇതുവരെ ഏകദേശം 14 ദിവസത്തെ പ്രോഗ്രാമാണ്. 4 ദിവസങ്ങൾ കൊണ്ട് തന്നെ 73,842 മെമ്പേഴ്സാണ് ടോട്ടൽ ഉള്ളത്. കഴിഞ്ഞ 24 മണിക്കൂർ കൊണ്ട് 21,403 മെമ്പേഴ്സ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു പ്രോഗ്രാമാണ്. ഒരു പൈസ പോലും മുടക്കില്ലാതെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുമാനം നേടാൻ പറ്റും. ഇൻവെസ്റ്റ്മെൻറ്റ് സൈറ്റാണ്, പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ ഈ ഏർലി പാർട്ടിസിപ്പൻറ്റ് പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് വരുമാനം നേടാൻ പറ്റും. ഇനിയും ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്തതിന് ശേഷം മുമ്പോട്ട് കാണിക്കാം. ഇനിയും 10 ദിവസം മാത്രമാണ് ഇതിലുള്ളത്. അപ്പം ഞാൻ ക്രിയേറ്റ് അക്കൗണ്ട് എന്നത് രജിസ്ട്രേഷൻ പേജിൽ എൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്തു. ഫില്ല് ചെയ്തതിന് ശേഷം ഇമെയിൽ ID കൊടുത്തു, പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തു, ഇന്ത്യ സെലക്ട് ചെയ്തു, മൊബൈൽ നമ്പർ കൊടുത്തു, മെയിൽ ടൈപ്പ് ചെയ്തു. അതിന് ശേഷം
എല്ലാം ഡ്രോപ്പ് ഡൗൺ മെനുവിലാണ്. ഇവിടുന്ന് കലണ്ടറിലൂടെ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുന്നു. നമുക്ക് ഓൾറെഡി ഉള്ളൊരു യൂസർ നെയിം ഇവിടെയുണ്ട്. അതിനുശേഷം ഇവിടെ രജിസ്റ്റർ ബട്ടണിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു പേജ് കാണിക്കും. ഈ സ്റ്റാറിനെ ഇവിടെ കൊണ്ട് എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. അതിങ്ങനെ നമ്മൾ ഇവിടുന്ന് വലിച്ചു കൊണ്ടുവന്ന് ഇവിടേക്ക് ഇടാം. അപ്പോൾ ഇവിടെ വെരിഫിക്കേഷന് ഇവിടെ കംപ്ലീറ്റ് ആകുകയാണ്. ഇനിയും പറഞ്ഞേക്കുന്നത് ഇവിടെ നമുക്ക് പാസ്വേഡ് വേണമെങ്കിൽ സേവ് ചെയ്യാം. അതിനുശേഷം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതേ ഇമെയിലിലേക്ക് വി ഹാവ് സെൻഡ് എ വെരിഫിക്കേഷൻ ഇമെയിൽ ടു എൻ്റെ ഇമെയിലിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇമെയിൽ ID കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടതാണ്. അതിനുശേഷം ഞാൻ എൻ്റെ ഇമെയിൽ ഓപ്പൺ ചെയ്യാം. ഞാൻ എൻ്റെ ഇമെയിൽ ഓപ്പൺ ചെയ്തു. ഇമെയിൽ ഓപ്പൺ ചെയ്തപ്പോൾ ഇവിടെ ഒരു കൺഫേം യുവർ ഇമെയിൽ എന്ന ഒരു ലിങ്ക് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ കൺഫേം ചെയ്യുകയാണ് വേണ്ടത്. ഇവിടെ നിന്ന് കൺഫേം ചെയ്യുന്നു. കൺഫേം ചെയ്യുമ്പോൾ നമുക്ക് ഇമെയിൽ വെരിഫിക്കേഷൻ വെൽക്കം ടു ദ സ്റ്റേബിൾ ഡൗ DAO എന്നാണ്. ഇതിനുശേഷം ഇവിടെ നമുക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് യൂസർ നെയിമാണ് ഇവിടെ കൊടുക്കേണ്ടത്. യൂസർ നെയിം നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഞാൻ പാസ്വേഡ് സേവ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇങ്ങനെ വന്നു. അതിനുശേഷം ഇവിടെ നിന്ന് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ ഈ ഇമേജിനെ ഇവിടെ കൊണ്ട് ആക്കുക. അതിനുശേഷം നമുക്ക് ലോഗിൻ ആയിട്ടുണ്ട്. ലോഗിൻ ആയതിനു ശേഷം ഇവിടെ കൺഗ്രാജുലേഷൻ ക്ലെയിം റിവാർഡ്സ് എന്ന ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മുടെ KYC വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പം ഇവിടെ പറഞ്ഞിട്ടുണ്ട് EPP എർലി പാർട്ടിസിപ്പൻറ്റ് പ്രോഗ്രാം ഏൺ യുവർ റിവാർഡ്സ് $100 ആണ് വിത്ത് 2 ഈസി സ്റ്റെപ്പ്. ഇവരുടെ ഒരു ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ മെമ്പർ ആകുക. അതുപോലെ തന്നെ സ്റ്റെപ്പ് 2 കംപ്ലീറ്റ് യുവർ KYC എന്നാണ്. അത് നിങ്ങൾക്ക് ചെയ്തതിന് ശേഷം അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹലോ സ്റ്റേബിൾ ഡൗ കമ്മ്യൂണിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കാണ്. ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിനുശേഷം ഇവിടെ KYC ഇവിടെ ചെയ്യാം. ഇവിടെ KYC വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ക്ലിക്ക് ഹിയർ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് KYCക്ക് ആവശ്യമായിട്ടുള്ളത്. പേഴ്സണൽ ഇൻഫർമേഷൻ നമ്മളിവിടുന്ന് കൺട്രി സെലക്ട് ചെയ്യാം. ഞാൻ ഇന്ത്യയാണ് കൊടുത്തിരുന്നത്. അപ്പം ഇന്ത്യ തന്നെ വീണ്ടും ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഫുൾ നെയിം ഇവിടെ നമുക്ക് കൊടുക്കാം. ഫുൾ നെയിം കൊടുത്തു. അതിനുശേഷം ഡോക്യുമെൻ്റ് എന്താണ് നമ്മളിവിടുന്ന് സബ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാം, പാസ്പോർട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ID കാർഡിന് ആധാർ കാർഡിൻ്റെ ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആധാർ കാർഡിൻ്റെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഫ്രണ്ട് സൈഡ് ഇവിടെ അപ്ലോഡ് ചെയ്യുക. അതിൻ്റെ ബാക്ക് സൈഡ് ഇവിടെ അപ്ലോഡ് ചെയ്യുക. നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനത് വീണ്ടും കാണിക്കാം. ഇവിടെ KYC വെരിഫിക്കേഷന് വേണ്ടി നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തു. അതിനുശേഷം ഇവിടുന്ന് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എവിടെയാണ് നമ്മൾ ഫോട്ടോ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിൽ നിന്ന് നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ എൻ്റെ 2 ഇമേജുകൾ അപ്ലോഡ് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് ബട്ടണിൽ നമ്മൾ അമർത്തുന്നു. നെക്സ്റ്റ് ബട്ടണിൽ അമർത്തുമ്പോൾ ഇതേപോലെ ഒരു ഓപ്ഷനാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഐഡൻറ്റിറ്റി കാർഡ് അത് ഇങ്ങനെ പിടിക്കുക. അതുകൂടാതെ ഒരു പേപ്പറിൽ ഒരു വൈറ്റ് പേപ്പറിലോ മറ്റോ നിങ്ങൾ സ്റ്റേബിൾ ഡൗ എന്ന് എഴുതിയതിന് ശേഷം ഇന്നത്തെ ഡേറ്റ് എന്നാണോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അന്നത്തെ ഡേറ്റ് എഴുതിയതിന് ശേഷം ഇവിടെ അപ്ലോഡ് ചെയ്യാം. ഇവിടെ ഫോട്ടോ സെൽഫ് ഹോൾഡിംഗ് ഡോക്യുമെൻറ്റ് ഫോട്ടോയാണ്. ഇമേജ് സൈസ് 4 MB കൂടാൻ പാടില്ല എന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ അപ്ലോഡിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് ഇമേജ് കൊടുക്കേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് അപ്ലോഡ് ചെയ്യാം. ഇങ്ങനെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തതിന് ശേഷം കൺഫേം സബ്മിറ്റ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ KYC റിവ്യൂവിന് വേണ്ടി പോയിട്ടുണ്ട്. അതിനുശേഷം KYC കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് $100 അവർ നൽകുന്നതാണ്. ഇനി നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ നമുക്ക് ഇവിടുന്ന് വേണേൽ ചേഞ്ച് ചെയ്യാം. എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുക്കാം. ഇവിടെ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് കാര്യങ്ങൾ അഡ്രസ്സ് എല്ലാം ഇവിടെ കൊടുത്ത് ഓരോ കാര്യങ്ങൾ നമുക്കിവിടെ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിത് ചെയ്തതിന് ശേഷം നമുക്കൊരു OTP വരും. OTP ടൈപ്പ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ഇത് നമുക്ക് കറക്റ്റ് ആകുകയുള്ളൂ ഓരോ പ്രാവശ്യം. അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള ഇമെയിൽ ID കൊടുക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനുള്ളത്. ഇനി ഇതിനെക്കുറിച്ച് ദുബായിൽ നടന്ന ഇവൻറ്റിനെ കുറിച്ചുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് കാണാം. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിൽ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഒരു പൈസ പോലും മുടക്കില്ലാതെ 100% ഫ്രീ ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഫ്രീ ഓഫർ അതായത് 14 ദിവസത്തെ
ഒക്ടോബർ 29 വരെയാണ്. അതിന് മുമ്പായിട്ട് മാക്സിമം ആളുകളിലേക്ക് റെഫർ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ ഇത്രമാത്രം. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. Actually learn to lead themselves. And when they know how they can step into a room and create absolute certainty, they don't seek certainty outside of them, but they know that it's within. And this is what real leadership cultivates. Next question. Do we have any more questions? You got questions? We got answers. This guy. Wait, over there. Can I get you to come to me, or you want me to run to you? Of course. Good evening, everyone. Congratulations for the great project, first of all. I took a sneak peek on your documents, the paper documents, and I noticed that you mentioned that you're regulated. On what jurisdiction and under what law? How do you regulate this kind of system? And do you have, you also mentioned that you have different kinds of tokens on the chain, like 3 levels or something. One of is that there's a stable coin, which is backed up with the real asset, as you say. Do you have utility token on your platform? And how you regulate that if you have one? Thank you. 2 questions there. Regulation, where we're domiciled, and then ultimately we'll talk about the token. First, we'll talk about domicile and regulation. Sam. Sure. I'll hand over domicile and regulation to my co-founder, Tris, but I just want to highlight that Peter Thiel and Elon Musk didn't ask for permission to create PayPal. Jack Ma did not ask for permission to create Alipay. Craig didn't ask for permission to create Tether. They just did it. I didn't ask for permission to make a whole bunch of close drinking buddies rich by buying Bitcoins in 2012 that subsequently had to pay tax in 2014. Regulation only happens once there are things to regulate. So what we are doing is putting the best minds together, creating a world first that will fit the regulatory framework of the existing institutional ecosystem, or else institutions such as Citibank just will not be involved. So I just want to pass back to Tris, talk about Jersey regulation and everything. Yeah, so the Citibank guarantee, A little bit closer. which comes through a zero coupon bond, is held within a protected cell company regulated in Jersey, in the Channel Islands. So that part of it is the part that I've worked on with Ralph, and so we know the jurisdiction and the regulation for that. Okay, so one thing I'll add to that, right? Again, me being an American and being a United States of American citizen, ultimately, regulation more often than not still stifles innovation. So the United States right now, they're struggling because they use the 1932 Howey test to define what is a security. And ultimately, this antiquated law is what's stifling innovation in the United States of America, which is what we've led the world in for the past 200 years, which is innovation. And you have entrepreneurs such as myself that find themselves in Dubai doing things like innovating, not because we're afraid of regulation, but because you have unclear regulation, which ultimately is trying to put a circle into a square peg hole. And that's why you have difficulty. So what Sam is saying is also partially true. And then, of course, obviously, you have some of the aspects of it that have regulatory framework. But when you're doing new things, it's usually typically a little while before regulation catches up. But ultimately, we're doing so with the help of a lot of our institutional friends that are very conscious of what the regulatory framework already exists for financial products and where we're going in the future with where regulation will go to. And ultimately, I myself am also a part of a lot of delegations that ultimately speak to regulators. We don't run from them whatsoever. I'm not here because I'm afraid of regulatory oversight. It's because they don't have clear regulatory oversight in the United States of America.
And as regulators in different parts of the world continue to be open-minded and educated, because the other thing is you can't regulate what you're unaware of. And a lot of these regulators, they're clueless when it comes to what blockchain and digital assets are and aren't. So ultimately, a lot of their regulatory framework, unfortunately, you have to pay attention to the letter of the law. But if you're writing the law and you're unaware of what it is actually you're writing about, then ultimately your regulation is going to be worthless. So what we want to do is ultimately, obviously, fit up under clear regulation, but we need regulators to be educated in our space to be able to perform a proper regulatory framework. Next question. Yeah, 1 more minute for this. As everyone said, but one word, regulation always follows, never precedes. Oh, sometimes it precedes and it stifles innovation. Once, but if you are very new and it's this different concept that does not fall under any. In fact, many countries, for example, I'm the one who went to Central African Republic in 2 days, met with the Minister of Telecommunication and also the Minister of Blockchain or Digital, then met with the Chairman of the National Assembly for 3.5 hours. On March 5th, met with the President and changed the regulation in 2 months. But there are many other countries that the regulation is like this. They don't know about it. They have not yet, it's a gray area. And normally they give us letter of no objection first. So that is one other way of when you are not yet in a very fixed area. But to have a bank, to have a guarantee, to have projects, all of them are in regulated jurisdictions, and to have private equity, you use the existing regulated structures. But once these are movement of centralized, decentralized, stable DAO becomes predominant, I'm sure the regulation will follow and will be compatible to it. And as you open the legislation in the whole industry, in Australia, we will also do the same thing. Next question. I mean, I can't run all over the place, okay? But we're gonna go with the ladies. We're always gonna go with the ladies first, for sure. Stand up, beautiful. Let's go. Come on, come on. What can we do for you? I want to ask a simple question. Are you ready to provide any documentations from Citibank? Any agreement with Citibank? She wants to see the proof. Where's the proof? Where's the proof? We have proof. We'll show it to you, love. I don't think they're going to pull it out on the stage right now, but we have the proof. Yeah, we'd be happy to let you have a term sheet. Make sure you come see her. She's the diamond girl. She's got diamonds for you. Okay. First of all, again, this is put ourselves in the other person's position always. Without doing checklist, and this is called responsible investments, without checking every element, including project element and verifications, the bank element and verification, and all other things that you normally do. There is no exception. Always be clever, smart, transparent, check, verify, double verify. When you're convinced, then you act. We don't want any shortcuts of that. Next question. Thank you so much for giving me these options. So basically, my name is Hani. I'm working in real estate. So there is a plenty of investors are coming to us, right? So when I saw this, so yearly, if anyone can earn 36%, right? 36% in a yearly, which I saw, which is a great, big round of applause who built this infrastructure. Big round of applause of them, for sure. And if they are not doing, maybe they are not understanding the concept, for sure, first. And second, one of my question is this. The, first of all, name is so good. I really like the name personally, CD, for sure. Centralized and decentralized. I love crypto and blockchain. I'm since following from last 1.5 years. I didn't do anything, but I'm learning so much in this. My main question is this. For example, I'm working in MR, or someone wants to buy something in Burj Khalifa. Example of 8 and 10 million. So we are showing in the paper, so this person is buying, and we are giving this kind of return to them, like 8%, 10%, 7%, whatever the return is there, we are giving on the paper, right? We have a proof. Why? We have a historical charts. I can give you historical charts. If you are putting 10 million, buying a property in real estate here, whatever the townhouse, villas, apartments, anywhere, Marina, Jumeirah, anywhere else. So when you're putting 10 million here, any kind of project, right? So where
he can get the money. Where he can get the money back in terms of appreciation, in terms of return, like historical data shows 8 to 10% he's getting in a short-term and holiday homes rentals. So when I saw this 36%, I was amended, like I was amazing that time. So if I can provide you these things to my clients who can get like 36%, it will be great. That's why I need to understand this first before pursuing this with my clients, how we can do that. Thank you so much. So basically, he wants to tell you that he's a realtor for Amar. So anybody who needs some real estate from Amar, he's got you. But pretty much, he wants to ask, how can we provide so much return? But he's a realtor from Amar. Don't forget that part. And he's got a beautiful pink shirt on. Thank you for a very valuable question. That's a very good question. And I'm sure if you didn't ask it, someone else will. Because these returns are generated not from existing real estate. This is real estate that is going through the process of rezoning, the process of building infrastructure around the real estate. And this process is only available for institutional capital. The big difference that we are doing here is we're allowing anybody who have $100 to participate in the biggest end of town, where me, my team, go not only with the billionaires, but also where all the pension funds are, to deploy tens of billions of dollars to solve one big problem, which is humanity is not urbanizing fast enough. If you have a socialist structure such as China urbanizing 40% of their population in the space of 2 decades, you create exponential GDP growth. Now, you can love or hate the Communist Party. That's not the point here. The point is they've urbanized 40% of population from rural into the cities in 2 decades. And Dr. Kamalabadi was at the forefront of that blueprint. There is growth in GDP through that transaction that benefits the people directly. But you know who else that benefits? The people who put together those master plans. India is producing more engineers than any other population in the world. Yet they're not working on as significant projects than the Chinese. Why is that? It's because the capital distribution and the flow of capital is convoluted. Stable DAO is here to change all that. It is here to make the transactions, to urbanize faster the rural population, and of course benefit the people who participate in the funds that we structure. Let's not forget, we cannot get A-grade banks, Moody's rated banks, to be guaranteeing the investment and the opportunity if it's not something they understand. If it's something they don't understand. Yes, you're right. I'm sorry. Don't worry. We got you. And